ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. സെമിനാരി രൂപീകരണ കാലത്തിൽ ബഹുമാനപ്പെട്ട വിൻസെന്റ് വാരിയത്തച്ഛൻ ഇടയ്ക്കിടെ പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ട്: നിലവാരമുള്ളവർക്ക് നിലപാട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് താൻ വന്നത് എന്ന വ്യക്തത തൻ്റെ മുമ്പിലായിരിക്കുന്ന ജനങ്ങൾക്ക് നൽകുന്നു. നമ്മൾ ഇന്ന് ഈ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുൻപായിട്ടാണ് ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നത്. ആ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയ്ക്കൊരു വ്യക്തതയുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, എന്തു ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. ആ വ്യക്തത കൊണ്ടാണ് ഈശോ തൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത്. ഈശോ ദേവാലയത്തിലായിരുന്നുകൊണ്ട് പറയുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ ഒരു ബോധ്യം, ഈ ഒരു തെളിച്ചം ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞു. ഈശോ പറഞ്ഞ വാക്കുകളെക്കാൾ ഉപരിയായി ഈശോ ജീവിച്ച ജീവിതത്തിൽ ഈശോയാകുന്ന സുവിശേഷത്തിൻ്റെ സന്ദേശം ഉണ്ടായിരുന്നു. നമുക്കും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം. ഞാൻ പറയുന്ന വാക്കുകളിൽ അതിലും ഉപരിയായി എൻ്റെ പ്രവൃത്തികളിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം, എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളടക്കം കൈമാറാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യയായി മാറുന്നത്. നമുക്കും ഈശോയുടെ മാർഗത്തിൽ ചരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ വ്യക്തമായുള്ള പ്രഖ്യാപനം നടത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും മറകളില്ലാതെ വ്യക്തതയോടുകൂടി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ആമേൻ.